വക്കീലേ, ഇപ്പോ നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിൽ വരികയാണ്. ഈ VS ജോയ് സ്ഥാനാർത്ഥിയാകണമെന്ന് PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഈ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു? ഇനി അദ്ദേഹത്തിന്റെ ഭാവി എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ഭാവി എന്താണ് കേരള രാഷ്ട്രീയത്തിൽ? അദ്ദേഹത്തിന്റെ ഭാവി എന്താണെന്ന് എല്ലാ പ്രവചനം വെക്കുന്ന ആളുകളും എന്താണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 7 വർഷക്കാലത്തോളം LDF സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയും നാവായി നിന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവരുടെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനറായി അല്ലെങ്കിൽ ഒരു ഫൈറ്ററായി നിന്നുകൊണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളെയും എതിർ സംഘടനകളെയും ഒക്കെ തന്നെ ക്രൂരമായി താറടിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്ന കണ്ടു. എന്തൊരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ്, അതായത് കഴിഞ്ഞ 25 വർഷക്കാലമായി അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളായി കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങളിൽ അതീവമായ രീതിയിൽ ആർജവത്തോടു കൂടി നിന്ന പ്രതിപക്ഷ നേതാവിനെതിരെ അയാൾ പറഞ്ഞിട്ട് സിമ്പിളായിട്ടാണ് പറയുന്നത് അദ്ദേഹം എഴുതി കൊടുത്ത സാധനം എടുത്ത് വായിച്ചെന്ന്. അപ്പോൾ ഇന്നലെ കൈരളി ചാനൽ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം കൊടുത്ത കത്ത് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ഇങ്ങനെയുള്ള ആരോപണത്തിന് തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന്. അപ്പോൾ അത് പരസ്പര വിരുദ്ധമായിട്ടാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന കാര്യം, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് നിലപാടെടുക്കാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ അൻവർ പോകുന്ന പാതയിലൂടെ ബാക്കിയുള്ളവർ പോകണമെന്ന് പറഞ്ഞാൽ അത് അൻവർ ശഠിക്കുന്നത് എന്താണ് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആയാലും UDF ആയാലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. നേതാക്കന്മാർ കൂടി ആലോചന നടത്തി അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഒക്കെ അനുമതിയോടുകൂടി മാത്രമേ സ്ഥാനാർത്ഥി നിർണയമായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടക്കത്തുള്ളൂ. അല്ലാതെ ഇന്ന ആളെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, ഒരിക്കലും. ഞാൻ ചോദിക്കട്ടെ, ഈ PV അൻവർ ഇപ്പൊ വക്കീല് പറഞ്ഞതുപോലെ തന്നെ PD സതീഷിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നു വലിയ രീതിയിൽ. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം അദ്ദേഹം അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ശേഷം ഒരു മാപ്പിലൂടെ അതിന് എല്ലാം മറക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് അദ്ദേഹം. ഇത് കഴിഞ്ഞ് വീണ്ടും പിണറായി വിജയനോട് ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ്? അതൊരു പൊതുസമൂഹം അതിനെ വലിയ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിന് പറയാം എൻ്റെ ഈ ആരോപണം ഈ പറഞ്ഞ അദ്ദേഹം ഒരു U-ടേൺ അടിക്കുമ്പോൾ ഇത് U-ടേൺ അടിക്കുന്ന ആൾ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, മുന്നിലും പുറകിലും വരുന്ന വണ്ടികൾ കൂടെ എന്ത് ചെയ്യും, അതെ, ഇടിക്കപ്പെടും അല്ലെങ്കിൽ അവർ കൂടെ എന്ത് ചെയ്യപ്പെடும். ഇത് കാരണം ഒരു ബ്രേക്ക് ഡൗൺ വരുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻവറിന് ഫൈറ്റ് ചെയ്യാം. അൻവറിന് ഈ പറഞ്ഞ LDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അൻവറിന് ബോധ്യമായി. ഓക്കെ, അൻവറിന് എന്ത് ചെയ്യാം, സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ട് നിൽക്കാം. പക്ഷേ ഞാൻ പറയുന്നത് മാത്രമല്ല, ഞാൻ പറയുന്ന പോലെ എല്ലാവരും പുറകെ വരണമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കപ്പെടുമെന്ന് കരുതപ്പെടാൻ കഴിയില്ല. ഈ UDF അൻവറിനെ സ്വീകരിക്കുമായിരിക്കുമോ? അത് നമ്മളല്ലല്ലോ പറയേണ്ടത്. UDF സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം UDF നേതാക്കന്മാരും UDF-ലെ പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും RSP തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് അതിനൊരു തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ കാണും. പിന്നീട് അത് മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് മുന്നണിയുടേതായ ഒരു തീരുമാനം, ഒരു ഏകകണ്ഠമായ തീരുമാനം എടുത്താൽ മാത്രമേ ഇത്തരമൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ അൻവർ എടുത്ത സാഹചര്യം, അതായത് ഈ പറയുന്ന പോലെ അൻവറിന്റെ അറസ്റ്റിന് ശേഷം അൻവറിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അറിയുന്നത് എന്താണ്, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവിന്റെ ട്വീറ്റാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവകാശമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനുള്ള അധികാരവും അവകാശവും അൻവറിനുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അപ്പോൾ ഇദ്ദേഹം ചെയ്തതിന്റെ പുറകെ പോകണമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും മറ്റുള്ളവർക്ക്. ഇപ്പൊ നിലമ്പൂര് VS ജോയിനെ മത്സരിപ്പിക്കണമെന്നാണ് ആദ്യം PV അൻവർ പറഞ്ഞത്. താൻ നിരുപാധികം പിന്തുണയ്ക്കും അദ്ദേഹത്തെ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞു ആര് മത്സരിച്ചാലും പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞു. ഇപ്പോഴൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിനൊരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ജയിച്ചു വരുന്ന MLA-ക്ക് 1.5 വർഷക്കാലമാണ് നിയമസഭയിൽ ഉണ്ടാകാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. അന്ന് പിന്നെ PV അൻവർ ഈ മത്സര രംഗത്തിൽ നിന്ന് മാറി നിന്ന് UDF നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ വക്കീലിന്? അല്ല, ഈ പറയുന്ന അൻവർ പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും ശരി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച റിസൾട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കേരളം മൊത്തത്തിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഭരണത്തിൽ സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു വികാരം അണപൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ, അത് UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുവാനുള്ള സാധ്യതകളാണ് പണ്ട് മുതലേ. നമ്മൾ നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് നമുക്കറിയാം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവിന്റെ കയ്യിൽ വർഷങ്ങളായിട്ട് സുരക്ഷിതമായിട്ടിരുന്ന ഒരു കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ താൽക്കാലികമായിട്ട് അൻവർ തന്നെ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പോയതാണ്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തിന്റെ വാപ്പായാലും അതിനു മുമ്പുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവമായിട്ടുള്ള ഏറനാട് മേഖലകളിലെ വലിയ വലിയ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ആ പാരമ്പര്യമുള്ള ഒരാൾ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണയോടൊക്കെ കൂടി തന്നെയാണ് പുള്ളിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇനിയും അദ്ദേഹത്തിന് ഇനി ഇത്ര കാലം ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അത് തെളിയിപ്പിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ PV അൻവറിന്റെ പിന്തുണ എന്തായാലും കോൺഗ്രസിന് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയൊരു ഭാഗമായിരിക്കും എന്ന് നമുക്ക് തോന്നാം. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. കാരണം അദ്ദേഹം സിറ്റിംഗ് MLA ആയപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ പരിചയങ്ങളും അതൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ എല്ലാത്തിലും പുള്ളി തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പം അദ്ദേഹം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹം ചില തെറ്റുകൾ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. കാരണം അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ത് ചെയ്യുന്നു? അതെ, സ്വന്തമായി അങ്ങ് ചെയ്യുകയാണ്. അതൊരു ശരിയായ ഒരു നടപടിയല്ല. അത് ആരാവണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണ്, അല്ലെങ്കിൽ ആ മുന്നണിയാണ്. അല്ലാതെ അതിന്റെ ഭാഗമല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം. അവരെ പ്രഖ്യാപിച്ച ശേഷം, അതായത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയുടെ ചർച്ച നടക്കുമ്പോൾ പുള്ളിയുടെ അഭിപ്രായം രേഖാമൂലം വേണമെങ്കിൽ എഴുതി കൊടുക്കാം. കാരണം ഞാൻ സിറ്റിംഗ് MLA എന്ന നിലയിൽ എന്താണ് എൻ്റെ അഭിപ്രായം പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടാം. പക്ഷേ ഇതെന്ത് വെച്ചാൽ എന്താണ് അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ പറഞ്ഞാൽ അതിൻ്റെയോടൊപ്പം പോകാൻ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള അത്രയും പാരമ്പര്യമുള്ള മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം KPC പ്രസിഡന്റ് തന്നെ അക്കാര്യം വിലയിരുത്തപ്പെട്ടു. കാര്യം എന്താ പുള്ളി പറഞ്ഞല്ലോ, കോൺഗ്രസിന് അങ്ങനെ കോൺഗ്രസിൻ്റെതായ കാര്യങ്ങൾ നിലപാടുണ്ട്, അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാഹ്യമായ ഇടപെടലുകൊണ്ട് മാറ്റാൻ കഴിയില്ല എന്ന് KPC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു ചർച്ചയ്ക്ക് തന്നെ എന്തില്ല, അർത്ഥമില്ല. പക്ഷേ പുള്ളി എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളും ആവശ്യങ്ങളുമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ കാലത്തും അംഗീകരിക്കാൻ പറ്റുമെന്ന് സാധിക്കില്ല.